السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، أعوذ بالله من الشيطان الرجيم. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا، إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا، فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا، إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടാൻ പരമാവധി ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു നമുക്കതിന് അനുഗ്രഹം നൽകുമാറാകട്ടെ. ഏറ്റവും അടുത്ത കാലത്ത് മുസ്ലിം ലോകം കണ്ട ഏറ്റവും കിരാതനമായ കാടത്വമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലസ്തീനിൽ നടന്നത്. ഒരുപാട് ദിവസങ്ങൾ നീണ്ടുനിന്ന അതിശക്തമായ രൂപത്തിലുള്ള ജൂതന്മാരുടെ ആക്രമണം. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല, അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം വെടിയൊച്ചകൾ കെട്ടടങ്ങി ഫലസ്തീനിൽ സമാധാന ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലൊരു സംഭവമുണ്ടായി. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള ഒരു സംഭവം. ഒരു മുസ്ലിമും ഒരു ജൂതനും തമ്മിൽ കണ്ടുമുട്ടി. ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും വികാരം തിളച്ചു പൊങ്ങിയ മുസ്ലിം അവൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ എത്രയൊക്കെ വിജയിച്ചാലും ശരി, മഹ്മാ താല ബികുമുസ് സമൻ യാ അഹ്ഫാദൽ ഖിറദതി വൽ ഖനാസീർ ലനുഖ്രിജന്നകും മിൻഹാ അദില്ലതൻ വഅൻതും സാഗിറൂൻ വസയകൂനു മഅന അശ്ശജറു വൽ ഹജറു ഫീ ഹർബികും. മുസ്ലിം പറഞ്ഞത്, ജൂതന്മാരെ, നിങ്ങളിപ്പോൾ ഇത്രയൊക്കെ മേൽക്കോയ്മയും വിജയവും അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളെയൊക്കെ അധമന്മാരായി ഈ നാട്ടിൽ നിന്ന് തോറ്റോടിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഞങ്ങളുടെ കൂടെ ഈ നാട്ടിലെ വൃക്ഷങ്ങളും കല്ലുകളും
നിങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്, ശരിയാകണം. മുസ്ലിമിന് ഇത് പറയാൻ പ്രേരിപ്പിച്ചതും അതാണ്. ജൂതൻ മറുപടി പറഞ്ഞു, നഅം വഹാദാ സഹീഹ് നഖറഉഹു ഫീ കുതുബിനാ വയുഅല്ലിമുഹു വയഅലമുഹു ആലിമുനാ വജാഹിലുനാ വലാകിൻ ലസ്തും അൻതും. ജൂതൻ്റെ മറുപടി, ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളത് വായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിവരമില്ലാത്തവനും വിവരമുള്ളവനുമൊക്കെ ഈ വിഷയമറിയാം. പക്ഷേ അത് നിങ്ങളല്ല. ലസ്തും അൻതും, അത് നിങ്ങളല്ല. മുസ്ലിമിന് അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിങ്ങളാണ് എന്നാണല്ലോ. അവൻ ചോദിച്ചു, ഫമൻ ഹും, പിന്നെ ആരാ? ഞങ്ങളല്ലാതെ ആരാ ഇവിടെ ജൂതന്മാരെ കൊല്ലാൻ, ജൂതന്മാരോട് യുദ്ധം ചെയ്യാൻ ആരാണുള്ളത്? ജൂതൻ്റെ മറുപടി, ഹുമുല്ലദീന യകൂനു അദദു മുസല്ലീഹിം ഫീ സ്വലാത്തിൽ ഫജ്ർ ബിഖദ്രി അദദിൽ മുസല്ലീന ഫീ സ്വലാത്തിൽ ളുഹർ. അതാരാന്നറിയോ? നിങ്ങളല്ല മാപ്പളാരെ. അതാരാന്ന് ചോദിച്ചാൽ, അല്ലദീന യകൂനു അദദു മുസല്ലീഹിം ഫീ സ്വലാത്തിൽ ഫജ്രി ബിഖദ്രി അദദിൽ മുസല്ലീന ഫീ സ്വലാത്തിൽ ളുഹർ. ളുഹർ നമസ്കാരത്തിന് പള്ളികളിൽ എത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ടോ അത്രയും ആളുകൾ ഫജ്ർ നമസ്കാരത്തിനും പങ്കെടുക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ വരാനുണ്ട്. അവരാണ്, നിങ്ങളല്ല. നിങ്ങൾക്കതിനുള്ള യോഗ്യതയില്ല, ക്വാളിറ്റി ഇല്ല എന്ന് ജൂതൻ ഈ മുസ്ലിമിനെ പഠിപ്പിക്കുകയാണ്. നമസ്കാരമാണ് നമ്മുടെ വിഷയം. നമസ്കാരം യഥാർത്ഥത്തിൽ ഒരു ചെറിയ കാര്യമായാണ് നമ്മുടെ മനസ്സിലുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമസ്കാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജൂതൻ അവൻ്റെ മതത്തിലെ പണ്ഡിതനാണ്, പുരോഹിതനാണ്, വിവരമുള്ളവനാണ്. അവനാണ് മുസ്ലിമിനെ ഉപദേശിക്കുന്നത്, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ജൂതന്മാരോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ യുദ്ധം ചെയ്താൽ ജൂതന്മാർ തോറ്റോടുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട. ഒരു കാലം ജൂതന്മാരൊക്കെ അധമന്മാരായി ഫലസ്തീനിൽ നിന്നും ജസീറത്തുൽ അറബിൽ നിന്നും അറേബ്യൻ ഉപദ്വീപിൽ നിന്നുമൊക്കെ പുറത്തു പോകേണ്ട ഒരു കാലം വരാനുണ്ട്. അന്ന് ഈ അറേബ്യൻ ഉപദ്വീപിലെ ഒരു വൃക്ഷമല്ലാത്ത മറ്റെല്ലാ വൃക്ഷങ്ങളും കല്ലുകളും ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളെ സഹായിക്കും. ഇതൊക്കെ നേരാണ്. പക്ഷെ അതേത് മുസ്ലിമാ? الذين يكون عدد مصليهم في صلاة الفجر بقدر عدد المصلين في صلاة الظهر. ളുഹർ നമസ്കാരത്തിനോ അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിനോ പള്ളി നിറയെ ആൾ, അത് നമ്മൾ നിർവഹിക്കുന്നു. പക്ഷേ ഫജ്ർ നമസ്കാരം നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവനയിൽ കണ്ട, പ്രവചിച്ച ആ മുസ്ലിങ്ങളല്ല. അതിൻ്റെ കാരണം നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ്. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം തന്നെ പറയുന്നതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ച് സൂക്ഷ്മമായി കൃത്യമായി നമസ്കരിക്കുന്നവരോട് നമസ്കാരം പറയും, ഹഫിളകല്ലാഹ് കമാ ഹഫിൾതനി. അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ, നീ എന്നെ ശ്രദ്ധിച്ചതുപോലെ. നമസ്കാരത്തെ പാഴാക്കിയവനോട് നമസ്കാരം പറയും, ദയ്യഅകല്ലാഹ് കമാ ദയ്യഅതനി. അള്ളാഹു നിന്നെ ഒഴിവാക്കട്ടെ, നീ എന്നെ പാഴാക്കിക്കളഞ്ഞതുപോലെ, നീ എന്നെ അവഗണിച്ചതുപോലെ, നീ എന്നെ ശ്രദ്ധിക്കാത്തതുപോലെ അള്ളാഹു നിന്നെയും ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമസ്കാരം.
നമസ്കാരമെന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങല്ല, അതൊരു വീര്യമുള്ള, അതിശക്തമായ വീര്യമുള്ള, ആത്മാവുള്ള, ജീവനുള്ള ഒരു കർമ്മമാണ്. അല്ലാതെ ഒരു കേവലം കർമ്മമല്ല. മുസ്ലിമീങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയത് നമസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്ര ഭാഗം മാത്രമാണ്. അതിൻ്റെ ഷർത്തും ഫർദും അറിയാത്ത ഒരൊറ്റ മുസ്ലിമുമില്ല. നിസ്കരിക്കാത്തവനും അറിയാം നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർദും ഒക്കെ പറഞ്ഞുതരും. അതിൻ്റെ വീര്യത്തെ മുസ്ലിം ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് ഷർത്തിലും ഫർദിലും മാത്രം ചർച്ച അവസാനിച്ചു. നമസ്കാരത്തിൻ്റെ വീര്യത്തെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം മനസ്സിലേക്ക് ഇറങ്ങിയില്ല. അള്ളാഹുവിൻ്റെ പ്രയോഗം വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരം ഒരു ഉപകരണമായാണ് അള്ളാഹു കണ്ടത്. വസ്തഈനു ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമ കൊണ്ട് സഹായം തേടിക്കൊള്ളുക. നിങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ക്ഷമ. അതേപോലെ തന്നെ വസ്സലാ, നമസ്കാരവും, നമസ്കാരം നിങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള, നിങ്ങളെ സഹായിക്കാനുള്ള ഒരു ഉപകരണമാണെന്ത്? നമസ്കാരം. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. അതുകൊണ്ട് പൂർവകാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം പിന്നീട് വന്ന തിരുമേനിയുടെ അനുചരന്മാർ, ആ അനുചരന്മാരെ പിൻപറ്റിയ താബിഈകൾ അടക്കം എല്ലാവരും, അവർക്ക് നമസ്കാരം ഒരായുധമായിരുന്നു. സകലമാന പ്രശ്നങ്ങളിൽ നിന്നും കരകയറാനുള്ള, രക്ഷപ്പെടാനുള്ള ഒരായുധം. തിരുമേനിയുടെ അവസ്ഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ മുഹദ്ദിസുകൾ. കാന ഇദാ ഹസബഹു അംറുൻ യുസല്ലി, ഒരു പ്രയാസം വന്നാൽ നബി തിരുമേനി ചെയ്യുന്നത് നമസ്കരിക്കുകയായിരുന്നു. നമസ്കരിച്ചാൽ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നർത്ഥം. അതാണ് നമസ്കാരം. അതാണ് നമസ്കാരത്തെക്കുറിച്ച് നാം അറിയേണ്ടത്. നമ്മുടെ പൂർവികന്മാരായ സമൂഹത്തിൻ്റെ കഥയാണ് സൂറത്ത് മറിയമിലെ ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആരായിരുന്നു അവർ? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം നൽകിയിട്ടുള്ള മിനൻ നബിയീൻ, പ്രവാചകന്മാരായിരുന്നു അവർ. നമ്മുടെ മുമ്പ് ഉള്ളവർ ആരൊക്കെയാണ് അവർ? മിൻ ദുരിയത്തി ആദം, ആദമിൻ്റെ സന്തതികളിൽപ്പെട്ടവർ, ആദം അലൈഹിസ്സലാമിൻ്റെ സന്തതികളിൽപ്പെട്ടവർ. വമിമ്മൻ ഹമൽനാ മഅ നൂഹ്, നൂഹിനോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവർ. കപ്പലിൽ കയറി രക്ഷപ്പെട്ടവരാണല്ലോ മുസ്ലിമീങ്ങൾ അവർ. വമിൻ ദുരിയത്തി ഇബ്രാഹീമ വ ഇസ്രായീൽ, ഇബ്രാഹീമിൻ്റെയും ഇസ്രായീലിൻ്റെയും അലൈഹിമസ്സലാം സന്തതികളിൽപ്പെട്ടവർ. വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, നാം നേർവഴിയിലാക്കുകയും പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ചെയ്തവരിൽപ്പെട്ടവരത്രേ അവർ. പ്രത്യേകം തിരഞ്ഞെടുത്തവരാണല്ലോ ഈ പറഞ്ഞതൊക്കെ. ആരാ? മിൻ ദുരിയത്തി ആദം, ആദം അലൈഹിസ്സലാമിൻ്റെ സന്തതികൾ. വമിമ്മൻ ഹമൽനാ മഅ നൂഹ്, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൂടെ കപ്പലിൽ കയറിയവർ. വമിൻ ദുരിയത്തി ഇബ്രാഹീമ വ ഇസ്രായീൽ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്രായേൽ അലൈഹിസ്സലാമിൻ്റെയും സന്താന പരമ്പരകളിൽപ്പെട്ടവർ. ആരാണിവർ? വമിമ്മൻ ഹദൈനാ, നാം നേർവഴിയിലാക്കിയവരാണ്. വജ്തബൈനാ, നാം പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ്. എന്തായിരുന്നു അവരുടെ ക്വാളിറ്റി? ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുക്കിയാ, പരമകാരുണ്യകന്റെ ആയത്തുകൾ അവർക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടുന്ന പക്ഷം പ്രണമിക്കുന്നവരും കരയുന്നവരുമായി കൊണ്ട് അവർ താഴെ വീഴും. അതായിരുന്നു അവരുടെ പ്രത്യേകത. ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടാൽ ഖറൂ, അവർ താഴെ വീഴും, വീണുപോകും. ആ ആയത്തിൻ്റെ ശക്തി കൊണ്ട്. സുജ്ജദൻ വബുക്കിയ, സുജൂദ് ചെയ്തുകൊണ്ടും കരഞ്ഞുകൊണ്ടും അവർ വീണുപോകും. അവരായിരുന്നു മഹാന്മാർ. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അള്ളാഹു തന്നെ വിശദീകരിക്കുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ്സലാഹ വത്തബഉശ്ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. പക്ഷേ ഖലഫ മിൻ ബഅദിഹിം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്തൊരു പിൻതലമുറ വന്നു. ആരാ? ഇവർക്ക് ശേഷം ഇവരുടെ സ്ഥാനത്ത് വന്ന പിൻതലമുറ ആരാ? നമ്മളൊക്കെ തന്നെയാണ്. എന്തായിരുന്നു നാം ചെയ്തത്? എന്തായിരുന്നു ആ പിൻതലമുറക്കാർ ചെയ്തത്? അദാഉസ്സലാ, അവർ നമസ്കാരം പാഴാക്കി. നമസ്കാരത്തെ അവർ പാഴാക്കി. വത്തബഉശ്ശഹവാത്,
തന്നിഷ്ടങ്ങളെ പിന്തുടർന്നു. നിസ്കാരം ഒരു വിഷയമല്ല, വേറെ ചില കാര്യങ്ങളാണ് വിഷയം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ, കളികളുടെ മുമ്പിൽ, എക്സസൈസുകളുടെ മുമ്പിൽ, ഷോപ്പിങ്ങുകളുടെ മുമ്പിൽ, അല്ലേ, പർച്ചേസുകളുടെ മുമ്പിൽ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമുക്ക് നമസ്കാരം എന്തായി? അദാഉസ്സലാ. എന്തേ നമസ്കാരം എന്തുകൊണ്ട് നിങ്ങൾക്ക് പാഴായി? വത്തബഉശ്ശഹവാത്ത്, തന്നിഷ്ടങ്ങളെ പിൻപറ്റി, അതുകൊണ്ടാണത് സംഭവിച്ചത്. ഫസൗഫ യൽഖൗന ഗയ്യാ, അല്ലാഹുവിൻ്റെ വാക്ക്, തന്മൂലം ദുർമാർഗത്തിൻ്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ്. ദുർമാർഗത്തിൻ്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ്. ദുർമാർഗത്തിൻ്റെ ഫലം ദയനീയമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കൂ, നമസ്കാരം ഒഴിവാക്കുക എന്നത് ഫസൗഫ യൽഖൗന ഗയ്യാ, ദുർമാർഗത്തിൻ്റെ ഫലം അവർ കാണേണ്ടി വരും എന്നാണ് അള്ളാഹുവിൻ്റെ താക്കീത്. ദുർമാർഗത്തിൻ്റെ ഫലം അവർ കാണേണ്ടി വരും. ഉഴപ്പന്മാരാണ് നാം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ. നോക്കൂ സഹോദരന്മാരെ, ആരാണ് ഉഴപ്പന്മാർ? മനുഷ്യർ. ആരാണ് മനുഷ്യർ? ആരാണ് മനുഷ്യർ? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടർ, അല്ലേ? മനുഷ്യരല്ലാത്ത സർവ്വ സൃഷ്ടികളും നമസ്കരിക്കുന്നു. സർവ്വ സൃഷ്ടികളും നമസ്കരിക്കുന്നു. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ അത് പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുസുന്നത്തിലൂടെ അത് വിശദീകരിച്ചു തരുന്നു. മനുഷ്യരല്ലാത്ത സർവ്വ സൃഷ്ടികളും, പക്ഷികളിലേക്ക് തിരിഞ്ഞു നോക്കൂ. വത്തൈറു സാഫാത്തിൻ കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ. സൂറത്തുൻ നൂർ 41-ാമത്തെ വചനം. പക്ഷികളതാ, ചിറക് വിരിച്ച് പറക്കുന്ന പക്ഷികൾ. എന്താണ് അവരുടെ കഥ? കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹഹു, പക്ഷിക്ക് അവയുടെ നമസ്കാരം എന്തെന്നറിയാം. അവരെങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടതെന്നറിയാം. അവരെങ്ങനെയാണ് തസ്ബീഹ് നടത്തേണ്ടത്, അള്ളാഹുവിനെ വാഴ്ത്തേണ്ടത്, പരിശുദ്ധിപ്പെടുത്തേണ്ടതെന്നറിയാം. പക്ഷികൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അവ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ്. ഒരൊറ്റ പക്ഷിയും നമസ്കാരം മുടക്കുന്നില്ല, തസ്ബീഹുകൾ മുടക്കുന്നില്ല. ചിന്തിച്ചു നോക്കൂ, മനുഷ്യന്റെ കഥ എന്താണ്? ആലോചിച്ചു നോക്കൂ. ഒരു ജൂതന്റെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാത്ത വിധം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസമെന്ന് പഠിപ്പിച്ച നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ, പാഴാക്കി കളയുന്നുവെങ്കിൽ, സഹോദരന്മാരെ എന്താണ് കഥ? നമ്മുടെയൊക്കെ വീടുകളിൽ കോഴികളില്ലേ? കോഴികളെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? കോഴികൾ മനുഷ്യനെ വിളിച്ചുണർത്തുന്നു. മനുഷ്യനെ വിളിച്ചുണർത്തുകയല്ല. മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, കോഴികൾ ബാങ്ക് കൊടുക്കുകയാണ്. കോഴികൾ അള്ളാഹുവിന് സ്തുതി കീർത്തനം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞല്ലോ, കോഴിയുടെ കൂവൽ നിങ്ങൾ കേട്ടാൽ, കോഴി കൂവുന്നത് നിങ്ങൾ കേട്ടാൽ അള്ളാഹുവിൻ്റെ ഫദ്ലിനെ നിങ്ങൾ ചോദിക്കണം. കാരണം കോഴി മലക്കിനെ കണ്ടിരിക്കുന്നു. കോഴി, ഒരു സാധാരണ കോഴിയുടെ കൂവൽ, അതിലെന്താണുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണത്, നിങ്ങൾ കോഴിയുടെ കൂവൽ കേട്ടാൽ, കോഴി കൂകുന്നത് കേട്ടാൽ അള്ളാഹുവിൻ്റെ ഫളലിനെ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ ചോദിച്ചു കൊള്ളുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫളലക യാ അല്ലാഹ്. ആ കോഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് പടച്ച റബ്ബിനുള്ള സ്തുതി കീർത്തനങ്ങളാണ്. പക്ഷേ മനുഷ്യൻ്റെ കഥ എന്താണ്? കോഴിയെ മനുഷ്യൻ തിന്നുന്നു. തിന്നുന്ന മനുഷ്യൻ ആലോചിക്കുന്നില്ല, ഈ തിന്നുന്ന കോഴിയേക്കാൾ എത്ര മോശമാണ് താൻ എന്ന്. വളരെ മോശമാണ്. ഈ തിന്നുന്ന കോഴിയേക്കാൾ വളരെ മോശമാണ് നാം. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അർശിന് താഴെ കാല് വെച്ച് കഴുത്ത് മടക്കി
കോഴികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന രൂപം. എന്നിട്ട് കോഴി പറയുന്നു സുബ്ഹാനക് മാ അഅ്ലമക്, സുബ്ഹാനക് മാ അഅ്ലമക്. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എവിടെയാണ്? ഒരു കോഴി പടച്ച റബ്ബിന്റെ അർശിന്റെ മുമ്പിൽ തലകുനിച്ച് കാല് മടക്കി, നാഥാ നീ എത്ര മഹാനാണ്, നിന്നെ ഞാനിതാ പരിശുദ്ധിപ്പെടുത്തുന്നു എന്ന് പറയുന്ന അവയുടെ നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ മനുഷ്യൻ എവിടെയാണ്? ആലോചിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം മറുപടി പറയാൻ, ഉത്തരം നൽകാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കാറുണ്ട്? ഇതാണ് സഹോദരന്മാരെ നമസ്കാരമെന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാവരും നിർവഹിക്കുന്ന കർമ്മമാണ്. നിങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പരതി നോക്കൂ. ചരാചര വസ്തുക്കൾ മുഴുവൻ, ഭൂമിയിലെ കല്ലുകളും പർവ്വതങ്ങളും, അറിയാമോ നിങ്ങൾക്ക് പടച്ച റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ രീതി? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നമ്മെ പഠിപ്പിക്കുന്നു. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. മനുഷ്യൻ്റെ ഒരിക്കലും മൃദുലമാകാത്ത മനസ്സിൻ്റെ കടുപ്പം പറഞ്ഞിട്ട് പറഞ്ഞു, വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. പാറക്കല്ലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഉരുണ്ടുരുണ്ട് താഴെ വീഴുന്ന കല്ലുകളുണ്ട്. ആലോചിച്ചു നോക്കൂ. സൂറത്തുൽ ഹശറിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ. ഈ പരിശുദ്ധ ഖുർആൻ എങ്ങാനും മനുഷ്യർക്ക് നൽകുന്നതിന് പകരം വല്ല പാറപ്പുറത്തും പർവ്വതപ്പുറത്തുമാണ് നൽകിയിരുന്നത് എങ്കിൽ ലറഅയ്തഹു, മനുഷ്യരെ നിനക്ക് കാണാം, ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ആ പാറ, ആ ശക്തിയുള്ള പാറ കഷ്ണം, ആ പാറ അല്ലാഹുവിനെ ഭയപ്പെട്ട് അതിശക്തമായി അല്ലാഹുവിനെ പേടിച്ച് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാം. ആലോചിച്ച് നോക്കൂ. പക്ഷേ മനുഷ്യന്, ആലോചിച്ച് നോക്കൂ, മനുഷ്യന്റെ മനസ്സ് പാറക്കല്ലുകളെക്കാൾ കടുപ്പമുള്ളതാണോ? മനുഷ്യന്റെ ശരീരം പാറക്കല്ലുകളെക്കാൾ കടുപ്പമുള്ളതാണോ? പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമസ്കാരമോ ഖുർആനോ മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്നില്ലല്ലോ. നാം മനസ്സിലാക്കണം സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് സകലമാന പ്രപഞ്ചത്തിലെ വസ്തുക്കളും പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് സമ്പൂർണമായി വിധേയമായി റബ്ബിന് നമസ്കരിച്ചു, റബ്ബിനെ പരിശുദ്ധിപ്പെടുത്തി, റബ്ബിനെ തസ്ബീഹ് നടത്തി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പരിപൂർണമായി വിധേയമായി ജീവിക്കുന്നവരാണ്. സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു പറയുന്നു, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദ് വമൻ ഫീഹിൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ആലോചിച്ച് നോക്കൂ, അസ്സമാവാതുസ് സബ്ഉ, 7 ആകാശങ്ങളും, വസ്സബ്ഉ വൽ അർദു, ഭൂമിയും, വമൻ ഫീഹിന്ന, അവയിലുള്ള എല്ലാ വസ്തുക്കളും, തുസബ്ബിഹു ലഹു, അല്ലാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആലോചിക്കണത്, മനുഷ്യൻ മാത്രമാണ് ഇതിന് ഒഴിവ്. എന്നിട്ടോ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. കേട്ടോ, മനുഷ്യനാണല്ലോ ഖുർആൻ ഇറങ്ങിയത്, ജിന്നുകൾക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. ആ മനുഷ്യരോടും ജിന്നിനോടുമായി അല്ലാഹു പറയുന്നു, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അല്ലാഹു സൃഷ്ടിച്ച ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഒരൊറ്റ വസ്തുവും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്താത്ത, അല്ലാഹുവിന് നമസ്കരിക്കാത്ത, പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ വസ്തുവും ഇല്ല. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ അവയുടെ തസ്ബീഹ് എന്ത്, അവയുടെ തസ്ബീഹ് എന്ത്, അവയുടെ നമസ്കാരം എന്ത്, അവയുടെ സ്തുതി കീർത്തനം എന്ത് എന്ന് മനുഷ്യരെ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ആലോചിച്ച് നോക്കി, അതെങ്ങാനും മനസ്സിലാവുമായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ മഹത്വം. ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും നടത്തുന്ന തസ്ബീഹുകൾ
ഈ അവയുടെ നമസ്കാരത്തിൻ്റെ രീതി, അവയുടെ പ്രാർത്ഥനയുടെ രൂപം ഈ പക്ഷികളും പറവകളും ജന്തുക്കളും ജീവികളും എല്ലാം നടത്തുന്നത് അറിയുമായിരുന്നുവെങ്കിൽ എന്തായിരുന്നു എൻ്റെ അവസ്ഥ? മനസ്സിലാക്കിക്കോ. വൃക്ഷങ്ങൾ, പുതിയതും പഴയതുമായ മുഴുവൻ വൃക്ഷങ്ങൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, കാട്ടിലെ വന്യജീവികൾ, കാട്ടിലെ വന്യജീവികൾ, മരച്ചില്ലകളിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന പക്ഷികൾ എത്രയെന്നറിയാമോ? നാം സാധാരണ ഒരു തണലിൽ ചെന്ന് നിൽക്കാറില്ലേ? വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ തണൽ കണ്ടാൽ ആ തണലിൽ ചെന്ന് നിൽക്കാറില്ലേ? ആ തണൽ പോലും തീർന്നില്ല. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം, പ്രകാശം, എല്ലാതരം പ്രകാശങ്ങളും, വൈകുന്നേരത്തിലുള്ള പ്രകാശം, സൂര്യൻ്റെ പ്രകാശം, ചന്ദ്രൻ്റെ പ്രകാശം, സുബ്ഹാനല്ലാഹ്, ഇവയെല്ലാം സഹോദരന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. മനുഷ്യനോടും പറയാൻ പറഞ്ഞു രാവിലെയും വൈകുന്നേരം. പക്ഷെ മനുഷ്യൻ പറയൂല, ബാക്കിയൊക്കെ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. എന്താണ് ആ വാക്ക്? എത്ര ശക്തമാണ് ആ വാക്ക്! അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാനിതാ അവനെ പരിശുദ്ധിപ്പെടുത്തുന്നു. എത്രയെന്നോ? അദദ ഖൽഖിഹി, സൃഷ്ടികൾ എത്ര എണ്ണമുണ്ടോ അത്രയും സ്തുതി. വറിദാ നഫ്സിഹി, അവൻ്റെ മനസ്സിന് തൃപ്തിപ്പെടുന്ന അത്രയും സ്തുതി. വസിനത അർശിഹി, അവൻ്റെ സിംഹാസനത്തിൻ്റെ തൂക്കം എത്രയാണോ അത്രയും സ്തുതി. അതൊക്കെ എത്ര മനുഷ്യൻ എണ്ണം കൊണ്ട് കണക്കാക്കാൻ പറ്റാത്തതാണ് ഈ പറഞ്ഞു. അദദ ഖൽഖിഹി, സൃഷ്ടികളുടെ എണ്ണം ആർക്കേ അറിയോ? അറിയില്ലല്ലോ. വറിദാ നഫ്സിഹി അറിയോ? വസിനത അർശി തീർന്നോ? വമിദാദ കലിമാതിഹി, റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ വചനങ്ങൾ എഴുതാൻ ഉപയോഗിച്ച മഷി എത്രയുണ്ടോ അത്രയും. അങ്ങനെ സ്തുതി, അങ്ങനെ പരിശുദ്ധിപ്പെടുത്തുന്നു. അതാണ് അവയുടെ നമസ്കാരം. പക്ഷേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ സൂര്യനുദിക്കുന്ന ഈ സാമ്രാജ്യത്തിൽ, റസൂലുള്ളാഹിന്റെ വാക്കാണ്, സൂര്യനുദിക്കുന്ന ഈ സാമ്രാജ്യത്തിൽ അല്ലാഹു സൃഷ്ടിച്ച എല്ലാം ഇല്ലാ സബ്ബഹല്ലാഹു ബിഹംദിഹി, എല്ലാം അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. ആരൊഴികെ? ഇല്ലാ മാ കാന മിനശ് ശയാത്തീനി വ അഗ്ബിയാഇ ബനി ആദം, ശൈത്താനുകളിൽപ്പെട്ട ചിലതും, ശൈത്താനുകളും അതുപോലെ തന്നെ വ അഗ്ബിയാഇ ബനി ആദം, ആദമിൻ്റെ മക്കളിലെ വിഡ്ഢികളും ഭോഷന്മാരുമല്ലാത്ത എല്ലാവരും. അഗ്ബിയാഉ ബനി ആദം നമ്മളാണ്. നമുക്ക് സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്താണ് നമസ്കാരത്തിൽ നിന്നും നമ്മളെ തടയുന്നത്? എന്തൊക്കെയാണ്? എണ്ണി നോക്കൂ സഹോദരന്മാരെ. മനസ്സിലാക്കണം, അതിശക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ. അതികഠിനമായ അതിശക്തമായ വാക്കാണത്. മനുഷ്യൻ്റെ കഥ അല്ലാഹു തആല നമ്മോട് പറയുന്നു സൂറത്തു ഹജ്ജിൽ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. അല്ലയോ മനുഷ്യരെ, നമ്മൾക്കാണല്ലോ ഖുർആൻ വന്നത്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? യസ്ജുദു ലഹു, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു. ആര്? മൻ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള സകലതും. വശംസു, എണ്ണിക്കോ, സൂര്യൻ സുജൂദ് ചെയ്യുന്നു. വൽ ഖമറു, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു. വന്നുജൂം, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. വൽ ജിബാൽ, പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നു. വശജറു, മരം സുജൂദ് ചെയ്യുന്നു. വദ്ദവാബ്, വന്യജീവികൾ സുജൂദ് ചെയ്യുന്നു. ഒക്കെ എന്താണ് ആ സുജൂദിൻ്റെ രൂപവും രീതിയും എന്തായിരിക്കും? അതാണ് ലാ യഫ്ഖഹൂന തസ്ബീഹഹും. നിങ്ങൾക്ക് അറിയില്ല, അറിയുമായിരുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയും. ഭയങ്കരമായിരിക്കും, അതിശക്തമായിരിക്കും. എന്നിട്ട് അവസാനം പറഞ്ഞത് കേട്ടോ, വകസീറും മിനന്നാസ്, അവസാനം എണ്ണിയതാരെ?
മനുഷ്യന്മാരിൽ നിന്ന് കുറെ ആളുകളും സുജൂദ് ചെയ്യുന്നു. ഏതൊക്കെ എണ്ണീറ്റ് ആലോചിച്ച് നോക്കൂ. അല്ലാഹു തആല ആ എണ്ണീൻ്റെ രീതി, സൂര്യനെ പറഞ്ഞു, ചന്ദ്രനെ പറഞ്ഞു, നക്ഷത്രങ്ങളെ പറഞ്ഞു, പർവ്വതങ്ങളെ പറഞ്ഞു, വൃക്ഷങ്ങളെ പറഞ്ഞു, വന്യജീവികളെ പറഞ്ഞു. എന്നിട്ടാ പറയുന്നത് വകസീറും മിനന്നാസ്. ഞാൻ അടുത്ത വാചകം നമ്മളെ കുറിച്ചാ. എന്താ? വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. ഈ സുജൂദ് ചെയ്യാത്ത കാരണത്താൽ മനുഷ്യരിൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷക്കർഹരായിരിക്കുന്നു. വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്. അവിടെ മനുഷ്യനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞേ. അർഹരായതാരാ? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഈ പറഞ്ഞു ഒന്നിനും എന്തില്ല? ശിക്ഷല്ല. സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങൾക്കില്ല, പർവ്വതങ്ങൾക്കില്ല, വൃക്ഷങ്ങൾക്കില്ല, വന്യജീവികൾക്കില്ല. പക്ഷേ ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. എന്താ കാര്യം? അദാഉസ്സലാ, നമസ്കാരത്തെ അവർ ഒഴിവാക്കി. വീണ്ടും അല്ലാഹു പറയുന്നു വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. കേട്ടോ, അല്ലാഹു എങ്ങാനും ഒരുത്തനെ അപമാനിച്ചാൽ അവനെ ആദരിക്കാനോ ബഹുമാനിക്കാനോ ആരുമില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. കരുതിക്കോ, തീർച്ചയായും അല്ലാഹു അവൻ ഇച്ഛിക്കുന്നത് ചെയ്യും കേട്ടോ. ഗൗരവമുള്ളതാണ് വാക്ക്, ഗൗരവമുള്ളതാണ് വാക്ക്. നോക്കി സഹോദരന്മാരെ, എല്ലാം സുജൂദ് ചെയ്യുന്നു, എല്ലാം സുജൂദ് ചെയ്യുന്നു. റസൂലുള്ളാഹിന്റെ വാക്ക് കേൾക്കണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ ജനങ്ങൾ തൽബിയത്ത് ചൊല്ലാറില്ലേ? ആ തൽബിയത്ത് ചെല്ലുന്നത് കേട്ടു നിൽക്കാൻ ഒരുപക്ഷെ മനുഷ്യന് സാധിച്ചേക്കാം. നമുക്കൊന്നും തോന്നില്ലല്ലോ അല്ലേ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് കേട്ടാൽ. പക്ഷേ അറിഞ്ഞുകൊള്ളുക, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊള്ളുക. മാ മിൻ മുലബ്ബിൻ ഇല്ലാ ലബ്ബാ മഅൻ യമീനിഹി വശിമാലിഹി മിൻ ഹജരിൻ ഔ ഷജരിൻ ഔ മദരിൻ ഹത്താ തൻഖതി അൽ അർദു മിൻ ഹാഹുനാ വമിൻ ഹാഹുനാ. ഒരു ഹാജി തൽബിയത്ത് ചൊല്ലുമ്പോ, ഒരു തൽബിയത്ത് ചൊല്ലുന്നവൻ തൽബിയത്ത് ചൊല്ലുമ്പോ ഇല്ലാ ലബ്ബാ, അതുപോലെ തൽബിയത്ത് ആവർത്തിച്ചു പറയും. അല്ലാഹുവിനോടുള്ള ബന്ധമാണ്. ആരെന്നറിയാമോ? മഅൻ യമീനിഹി വശിമാലിഹി, അവന്റെ വലതും ഇടതുമുള്ള എല്ലാം. മിൻ ഹജരിൻ, കല്ല് തൽബിയത്ത് മുഴക്കും. ഔ ഷജരിൻ, വൃക്ഷങ്ങൾ തൽബിയത്ത് മുഴക്കും. ഔ മദറിൻ, കുന്നുകൾ തൽബിയത്ത് മുഴക്കും. ഹത്താ തൻഖതി അൽ അർദു മിൻ ഹാഹുനാ വമിൻ ഹാഹുനാ, ആ ഭാഗത്തു നിന്നും ഈ ഭാഗത്തു നിന്നും അതിശക്തമായി ഭൂമി തൽബിയത്ത് മുഴക്കും. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, എന്താ തൽബിയത്ത് എന്ന് പറഞ്ഞാൽ? തസ്ബീഹാണ്, പടച്ച റബ്ബിനുള്ള വിനയമാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള പ്രാർത്ഥനയാണ്, പരിശുദ്ധിപ്പെടുത്തലാണ്. ഇതാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കണ്ട, മനുഷ്യന്റെ ധാരണ എന്താണെന്നറിയോ? നമസ്കരിക്കാതെ നമസ്കാരം പാഴാക്കി കളയുന്ന മനുഷ്യന്റെ ധാരണ എന്താണെന്നോ? ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനെന്തോ ഒരു നഷ്ടമുണ്ട് എന്നുള്ള കോലത്തിലാണ് നമ്മൾ വിചാരിച്ചത്. നമ്മൾ മാത്രം അവിടെ മുസ്ലിങ്ങളും അല്ല, നേരെ തിരിച്ചാ. മനുഷ്യന്മാരല്ലാത്ത എല്ലാം മുസ്ലിങ്ങളാണ്. എല്ലാം കേൾക്കണോ നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ എത്രയെത്ര സംഭവങ്ങളാണെന്നോ, എത്രയെത്ര സംഭവങ്ങൾ. മിഷ്കാത്തിൽ നബി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫർ, ഞങ്ങളൊരു യാത്രയിലായിരുന്നു റസൂലുള്ളാഹിയുടെ. ഫഅഖ്ബല അറാബിയുൻ, ഒരു അറാബി ഇങ്ങോട്ട് വന്നു, ഒരു കാട്ടറബി, ഒരു വധു വന്നു. ഫലമ്മാ ദനാ, അറാബി ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ ഖാല ലഹു റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയോട് ചോദിച്ചു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അല്ലടോ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും മുഹമ്മദ് അവൻ്റെ ദൂതനാണ് എന്നും നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നിനക്ക് അതിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു അറാബിയോട്. അറാബിയുടെ മറുപടി, വമൻ യശ്ഹദു അലാ മാ തഖൂൽ,
എടാ മുഹമ്മദേ, നീ പറയുന്നതിന് ആരാണടോ സാക്ഷി നിൽക്കുക? അത്ര മോശല്ലേ നീ പറയുന്നതിന് ആര് സാക്ഷി നിൽക്കും? അല്ലാഹുവിന്റെ റസൂൽ ഒരു കല്ലിനെ ചൂണ്ടി പറഞ്ഞു, ഹാദിഹി സൽമ. സൽമ എന്നത് അവിടുത്തെ ഒരു കല്ലായിരുന്നു. നബി നടന്നു പോകുന്ന ആ പ്രദേശത്തുള്ള ഒരു കല്ലിന്റെ പേരായി. എടോ, ഈ കല്ല് സാക്ഷി നിൽക്കും, ഈ സൽമ കല്ല് സാക്ഷി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാ കല്ലിനെ വിളിക്കുന്നു. സൽമാ കല്ലിന്റെ വിളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളി ഈ സൽമാ കല്ല് കേൾക്കുന്നു. ഫഅഖ്ബലത് തഹുസ്സുൽ അർദ്, ഭൂമിയെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് ആ കല്ലതാ തിരുമേനിയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഹത്താ ഖാമത്ത് ബൈന യദൈഹി, തിരുമേനിയുടെ മുമ്പിൽ ആ കല്ല് നിൽക്കുന്നു. ഫസ്തഷ്ഹദഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കല്ലിനോട് തിരുമേനി പറയുന്നു, കല്ലേ നീ സാക്ഷി നിൽക്കുമോ? എന്തിന് സാക്ഷി നിൽക്കുമോ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിന് സാക്ഷി നിൽക്കുമോ? അറിയാമോ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന്? ഫശഹിദത് സലാസ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. 3 പ്രാവശ്യം ആ കല്ല് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഈ ബദുവിനെ, ഈ കാട്ടറബി അമ്പരപ്പിച്ചുകൊണ്ട് സാക്ഷി നിൽക്കുന്നു. ഇതാ ഞാൻ സാക്ഷി നിൽക്കുന്നു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് ആ കല്ല് വന്നയിടത്തേക്ക് തിരിച്ചു പോകുന്നു. മനുഷ്യന്റെ ധാരണ എന്താ? ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാ. ഇവിടെ തൗഹീദിന്റെ ആൾക്കാർ, അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നവർ അല്ല, സകല സാധനങ്ങളും മനുഷ്യനൊഴികെ. ഇതാണ് സംഭവം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം പ്രധാനമാണ്. ഹാഫിളൂ അലസ്സലവാ വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. റഹ്മാനായ റഹീമായ റബ്ബിന്റെ കൽപ്പനയാണ്. ഹാഫിളൂ, നിങ്ങൾ കരുതലോടെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ഇഷ്ടമുള്ളപ്പോൾ ചെയ്യണം എന്നല്ല, എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ചെയ്യാന്നല്ല, എൻ്റെ ജോലി കഴിയട്ടെ എന്നിട്ട് ചെയ്യാന്നല്ല. പലരും അങ്ങനെയാണ്. സ്ത്രീകളും പുരുഷന്മാരും അപ്രകാരമാണ്. പോരാ, നമസ്കാരത്തിന്റെ വിളി കേട്ടാൽ സഹോദരാ, ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട് മനോഹരമായി. നമസ്കാരത്തിന്റെ വിളി കേട്ടാൽ മുസ്ലിമിന്റെ വീടുണ്ടല്ലോ, മുസ്ലിമിന്റെ വീട്, മുസ്ലിമിന്റെ ഫാക്ടറി, മുസ്ലിമിന്റെ തൊഴിൽ കേന്ദ്രം എന്തായിരിക്കണമെന്നോ? ഒരു സൈറൺ മുഴങ്ങുന്നത് പോലെ ആയിരിക്കണം. എന്തിനുള്ള സൈറൺ? അവസാനത്തെ സൈറണില്ലേ, ജോലി അവസാനിപ്പിക്കാൻ സൈറണുകളില്ലേ? ആ സൈറൺ മുഴങ്ങുന്നത് പോലെ നമസ്കാരത്തിന്റെ വിളി കേട്ടാൽ, ഹയ്യ അലസ് സലാത്ത് എന്ന് കേട്ടാൽ, മുസ്ലിമിന്റെ സകല പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്ന സൈറണായിരിക്കണം. അവിടെ നിർത്തണം പണി, അല്ലെങ്കിൽ പോയി പോകും. അതാണ് ഹാഫിളു അലസ് സലവാത്ത് വസ്സലാത്തിൽ വുസ്താ. പ്രത്യേകിച്ച് മധ്യത്തിലുള്ള നിസ്കാരം, അസ്ർ നിസ്കാരം പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഫജ്ർ നിസ്കാരം, 2 വിശദീകരണം, രണ്ടായാലും ശ്രദ്ധിക്കേണ്ട നിസ്കാരം. പോയി പോവും. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിന് നിൽക്കണം കേട്ടോ. അതാണ് നമസ്കാരം. നമുക്കറിയാം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ശ്വാസത്തിൽ പറഞ്ഞ വാക്കുകൾ, അവസാനത്തെ ശ്വാസം ഇങ്ങനെ പോകുമ്പോൾ പറയുന്ന വാക്ക് എന്താ? അസ്സലാ വസ്സലാ വമാ മലക്കത്ത് ഐമാനുക്കും. 2 കാര്യമാണ് പറഞ്ഞു. നിസ്കാരം, പിന്നെ വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കപ്പെട്ടവരും എന്നുവെച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള അടിമകളും വേലക്കാരും നിങ്ങളുടെ ഭാര്യമാരും ഒക്കെ ഇപ്പോഴും ഒക്കെ ശ്രദ്ധിച്ചോളി. അവസാനത്തെ വർത്താനം അസ്സലാ. അതിൻ്റെ പ്രാധാന്യം ചോദിച്ചു നോക്കി. പക്ഷേ മുസ്ലിമിന് ഒരു പ്രാധാന്യമില്ല. പള്ള നിറച്ച് കണ്ണ് നിറച്ച് കിടന്നുറങ്ങും, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കണ്ണ് നിറച്ച് കിടന്നുറങ്ങും. അവിടെ അവൻ എന്തല്ല, നമസ്കാരം വിഷയമല്ല. അറിയാമോ നിങ്ങൾക്ക്, ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ നിസ്കാരം എന്നുള്ളത് ഒരു തരം ഒരു റോട്ടീൻ വർക്കായി മാറിയത് കൊണ്ട് നിസ്കാരത്തിൻ്റെ ആ ആത്മാവിലേക്ക്, ഉള്ളിലേക്ക് നമ്മളാരും ഇറങ്ങിച്ചെല്ലാറില്ല എന്ന് പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരം എന്ന് പറഞ്ഞാൽ മജ്ലബത്തുൽ റിസ്ഖി,
നിങ്ങൾക്ക് ഉപജീവനം കൊണ്ടുവരുന്നതാണ്. നിസ്കരിച്ചാൽ ചോറ് കിട്ടും എന്നാ പറഞ്ഞു, ഉപജീവനം കിട്ടും. അങ്ങനത്തെ നിസ്കാരം നമ്മൾ നിസ്കരിച്ച് നോക്കണം. മജലബത്തുൽ റിസ്ഖി ഹാഫിളത്തുൽ ലിസ്സിഹ, നിങ്ങളുടെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകും. ദാഫിഅത്തുൽ ലിൽ അദാ, ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തും. താരിദത്തുൽ ലിൽ കസൽ, അലസത നിങ്ങളിൽ നിന്ന് ആട്ടിയകറ്റും. മുനശ്ശിത്തത്തുൽ ലിൽ ജവാരിഹ്, നിങ്ങളുടെ അവയവങ്ങൾക്ക് ഉണർവും ഉന്മേഷവും നൽകും. മുമിദ്ദത്തുൽ ലിൽ ഖുവാ, നിങ്ങൾക്ക് ശക്തി നൽകും. ഷാരിഹത്തുൽ ലിസ്സദ്രി, നിങ്ങളുടെ മനസ്സിന് വിശാലത നൽകും. മുനവ്വിറത്തുൽ ലിൽ ഖൽബി, നിങ്ങളുടെ മനസ്സിന് പ്രകാശം നൽകും. ഹാഫിളത്തുൽ ലിന്നിഅമതി, അനുഗ്രഹങ്ങളെ അത് സംരക്ഷിക്കും. ദാഫിഅത്തുൽ ലിന്നഖ്മതി, ശിക്ഷയിൽ നിന്ന് നിങ്ങളെ തടയും. ജാലിബത്തുൽ ലിൽ ബർക്കത്തി, അനുഗ്രഹങ്ങൾ ബർക്കത്തുകൾ നിങ്ങൾക്ക് കൊണ്ടുവരും. മുബഇദത്തുൻ മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്ന് നിങ്ങളെ അകറ്റും. മഖ്റബത്തുൻ മിനർ റഹ്മാൻ, റഹ്മാനിലേക്ക് നിങ്ങളെ അടുപ്പിക്കും. അങ്ങനെ പറഞ്ഞു പോവുക, പറഞ്ഞാൽ തീരൂല. ഇതൊക്കെയാണ് നിസ്കാരം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരം ഒഴിവാക്കുന്നത്. ആലോചിച്ച് നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള നമസ്കാരമുണ്ടല്ലോ, ലാ തത്റുകുസ് സ്വലാത്ത മുതഅമ്മിദാ, മുഅ്മിനെ നിർബന്ധമായ നമസ്കാരത്തെ നീ കരുതി കൂട്ടി ഉപേക്ഷിക്കരുത്. فإنه من ترك الصلاة متعمدا فقد برئت منه ذمة الله ورسوله, കരുതി കൂട്ടി ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ പടച്ചവനോ റസൂലിനോ അവന്റെ വിഷയത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. നമസ്കാരം ഒഴിവാക്കിയാൽ പിന്നെന്തായി? പഠിച്ചവൻ ഒഴിവായി, ഓൻ്റെ കാര്യത്തിൽ നിന്ന് അള്ളാഹ് ഒഴിവായി. നമുക്ക് പേടിയില്ലല്ലേ? ബാപ്പ ഒഴിവായി എന്ന് പറഞ്ഞാൽ പേടിയാ അല്ലേ? ഭാര്യ ഒഴിവാകും എന്ന് പറഞ്ഞാൽ, ഭർത്താവ് ഒഴിവാകും എന്നൊക്കെ പറഞ്ഞാൽ പേടിയാ. പഠിച്ചവൻ ഒഴിവാകും. അള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരിഅത്ത് മിൻഹു ദിമ്മത്തല്ലാഹി വറസൂലി, അല്ലാഹു റസൂലും നിങ്ങളെ ഉത്തരവാദിത്വം ഒഴിവാക്കി. ഖലാസ്, നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് നിങ്ങളെ കാര്യം എന്താ വെച്ചാൽ നോക്കിക്കോളി എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ആലോചിച്ച് നോക്കി, കാഫർ എന്ന് വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ, അല്ലേ? എന്നെ കാഫർ എന്ന് വിളിച്ചു അവൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ? കാഫറാക്കുന്നു അവർ. ഒരു കൂട്ടർ മറ്റൊരെ കുറിച്ച് ആക്ഷേപിക്കില്ല, അവർ നമ്മളെ കാഫറാക്കുന്നു വെച്ചാൽ അത്ര മോശമാണെന്നാ, അല്ലേ? എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ബൈനർ റജുലി വ ബൈനൽ കുഫ്രി തർക്കുസ്സലാ, ഒരു മനുഷ്യന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ്. അഥവാ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ആരാണ്? കാഫറാണ് എന്നർത്ഥം. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വിധി കേൾക്കണോ? ഇസ്ലാമിക ശരീഅത്തിന്റെ വിധി, നമസ്കരിക്കാത്തവന് മുസ്ലിമീങ്ങളുടെ മഖ്ബറയിൽ ഖബറടക്കാൻ പാടില്ല എന്നാ. മുസ്ലിമീങ്ങളെ മഖ്ബറയിൽ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നമ്മൾ ഏറ്റി കൊണ്ടോണ്ടി വരും. അതൊരു ദുര്യോഗമാണ്. സകല മാപ്പിളൻ്റെയും മരിക്കണത് വരെ പഠിച്ചോനില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച മാർക്സിസ്റ്റുകാരനെയും നമ്മളെന്താക്കണം? ഏറ്റിക്കൊണ്ടുപോകണം നമ്മളെ മഖ്ബറയ്ക്ക്. അതൊരു ദുര്യോഗമാണ്. പക്ഷേ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ടുപോകാൻ പാടില്ല. നിസ്കരിക്കാത്തവനെ നമ്മളെ മഖ്ബറയിൽ കൊണ്ടുപോകാൻ പാടില്ല, നിസ്കരിക്കണമെന്നുള്ളതാ എന്നതാണ് ഇസ്ലാമിൻ്റെ വിധി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ശക്തി എന്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് സംഭവം നിങ്ങൾക്കറിയാമല്ലോ. മിഅ്റാജ് സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അതൈനാ അലാ റജുലിൻ മുൽതജിഇൻ, ചെരിച്ചു കിടത്തിയ ഒരു മനുഷ്യനടുത്തുകൂടെ ഞങ്ങൾ നടന്നുപോയി. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും ആര്? ജിബ്രീൽ അലൈഹിസ്സലാം നടന്നുപോയി. കുറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ടാകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനും ജിബ്രീലും കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ ഒരാൾ വേറൊരാൾ ഈ ചെരിഞ്ഞു കിടക്കണ മനുഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് അവനെ കല്ല് കൊണ്ട് എറിയുന്നു കേട്ടോ. എറിഞ്ഞിട്ട് അവൻ്റെ തല പൊട്ടുന്നു. എറിഞ്ഞിട്ട് തല പൊട്ടിക്കുകയാണ്. ഒരുത്തൻ്റെ തല ഇങ്ങനെ പൊട്ടിച്ചിതറാം. തല പൊട്ടിച്ചിതറിയിട്ടോ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ തല വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ വരുന്നു. ഇവിടെ അല്ല, അവിടെ നടക്കുന്ന സംഭവം. അപ്പോൾ വീണ്ടും ഇയാൾ എറിയുന്നു, വീണ്ടും തല പൊട്ടുന്നു, വീണ്ടും തല പഴയ രൂപത്തിലേക്ക് വരുന്നു, വീണ്ടും ഇയാൾ എറിയുന്നു. ഫഖുൽത്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇങ്ങനെ കുറച്ചു നേരം നിന്നു. എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാ ഹാദാൻ, പടച്ചോനെ എന്തായി കാണുന്നത്? ആരാണ് ഇവരിൽ രണ്ടാളും?
എന്താ ഈ പണി? ഒരാളെങ്ങനെ ചെരിച്ച് കിടത്തിന്ന്, എന്നിട്ട് വേറൊരാൾ കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് അവൻ്റെ തല ഇങ്ങനെ പൊട്ടുക. കുറച്ച് കഴിയുമ്പോൾ തല വീണ്ടും കൂടുന്നു, വീണ്ടും പൊട്ടുന്നു. ഫഖാല ജിബ്രീലു അലൈഹിസ്സലാം ഇന്നഹു റജുൽ യനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ. പഠിപ്പിച്ചു കൊടുത്തോളി എല്ലാവർക്കും, റൂമിലുള്ളവർക്കും, മക്കൾക്കും, ഭാര്യമാർക്കും, സഹോദരന്മാർക്കും, സ്നേഹിതന്മാർക്കും ഒക്കെ പറഞ്ഞോ, ഇന്നഹു റജുൽ, ആരാണവനെന്നോ, യനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരത്തെ വിട്ട് കിടന്നുറങ്ങിയവനാണവൻ. വല്ല രക്ഷയുണ്ടോ? യനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ. നാളെ നടന്ന് പറയാം, എല്ലാ റൂമിലും എല്ലാ ആൾക്കാരോടും പറയാം, ഇത് ഗൗരവമുള്ള സംഗതിയാട്ടോ. നിർബന്ധ നമസ്കാരത്തിൽ നിന്ന് കടന്നുറങ്ങിയവൻ ആരായാലും അതിൻ്റെ ഗൗരവമാണ്. സഹോദരന്മാരെ, ചില്ലറ വിഷയമല്ല. നമസ്കാരത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു മുഖൗരവേണം എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ, ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന സൽക്കർമ്മം, നല്ല ഇബാദത്ത് ഏതാ? അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അനിസ് സ്വലാ. ആദ്യത്തെ വിചാരണ നമസ്കാരത്തെ കുറിച്ചാണ്. റസൂലുള്ളാഹി പറയുന്നു, ഫഇൻ സലഹത് സലഹ സൈർ അമലിഹി. അതിന്റെ വിചാരണ നന്നായാൽ ബാക്കിയുള്ളതിന്റെ ഒക്കെ വിചാരണ നന്നാവും. നമസ്കാരം ശരിയായ ഒക്കെ ശരിയാവും. വഇൻ ഫസദത് ഫസദ സൈർ അമലിഹി. അത് മോശമായാലോ ബാക്കിയൊക്കെ മോശമാവും. കാരണം എന്താ? അതാണ് എന്ത് മാനദണ്ഡം, പ്രധാന സാധനം അതാണ്. പ്രധാന മെയിൻ സാധനം കേടുവന്നാൽ ബാക്കിയൊക്കെ എന്താവും? കേടുവ. കേൾക്കണോ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, നമസ്കാരം ഉപേക്ഷിച്ചവൻ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ ആരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? റസൂലുള്ളാഹി പറയുന്നു, മൻ ഹാഫദ അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ യൗമൽ ഖിയാമ. നമസ്കാരത്തെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊരാൾ ചെയ്താൽ അതവന് ഖിയാമത്ത് നാളിൽ പ്രകാശമാകും, വെളിച്ചമാകും. വമൻ ലം യുഹാഫിദ് അലൈഹാ ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാൻ. അതവൻ ശ്രദ്ധിച്ചില്ല, സൂക്ഷിച്ചില്ല എങ്കിൽ അവന് ഖിയാമത്ത് നാളിൽ വെളിച്ചമില്ല, രേഖയില്ല, തെളിവില്ല. വലാ നജാത്ത്, ഒരു രക്ഷയുമില്ല. ഇനി കേട്ടോ, വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫ്. പടച്ചവന്റെ സൃഷ്ടികളിൽ എണ്ണപ്പെടാവുന്ന ഏറ്റവും ഭീകരന്മാരാണ് ഈ എണ്ണിയതൊക്കെ. ആരെ കൂടെ? ഖാറൂന്റെ കൂടെയായിരിക്കും, ഫിർഔന്റെ കൂടെയായിരിക്കും, ഹാമാന്റെ കൂടെയായിരിക്കും, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയായിരിക്കും. ആലോചിച്ചോ, അവരെ കൂടെ പോകാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആരായിരിക്കും, ആരാണവർ എന്ന് നമുക്കറിയാലോ, ആരാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അള്ളാഹു നടത്തുന്ന വിചാരണ പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നു, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ. എല്ലാ ആളുകളും അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പണയപ്പെട്ടവരാണ്. ആരൊഴികെ? വലതുപക്ഷക്കാരൊഴികെ. ഫീ ജന്നാതി യതസാഅലൂൻ. അവരതാ ആ സ്വർഗത്തിൽ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചോദിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവർ ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അനിൽ മുജ്രിമീൻ. മുജ്രിമീങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. എന്താണ് ഒന്നാമത്തെ ചോദ്യം? സ്വർഗവാസികൾ മുജ്രിമീങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, മാ സലകകും ഫീ സഖർ. എന്തേ നിങ്ങൾ നരകത്തിലെത്താൻ കാരണം? മാ സലകകും ഫീ സഖർ. മറുപടി നമുക്കറിയാലോ. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. അപ്പോൾ സഹോദരന്മാരെ, ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിശദീകരിച്ചു പറയേണ്ട ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. നമസ്കാരത്തിൻ്റെ മുന്നോടിയായാണ് ഈ വിഷയം പറയുന്നത്. ഈ നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അതിശക്തമായ ഈ ഒരു താക്കീതിനെ നമുക്ക് അവഗണിക്കാൻ പാടില്ല. മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്. അദ്ദേഹം നമസ്കാരത്തെക്കുറിച്ച്, നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, താരിഖുസ്സലാത്തി കാഫിറുൻ കുഫ്റൻ മുഖ്രിജൻ അനിൽ മില്ല.
നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫറാണ്. കാഫറാ. എങ്ങനത്തെ കാഫർ? സാധാരണ കാഫറല്ല. കുഫ്രൻ മുഖ്രിജൻ അനിൽ മില്ല, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാഫറാൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല? മകളെ ഓന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? മില്ലത്തിൽ നിന്ന് പുറത്തു പോകണ കാഫർ എന്ന് പറഞ്ഞാൽ അതാണ്. കല്യാണം അയച്ചു കൊടുക്കാൻ പാടില്ല. അന്വേഷിക്കലുണ്ടോ ആരെങ്കിലും? കല്യാണം അന്വേഷിക്കുമ്പോൾ നിസ്കരിക്കലുണ്ടോ? തൊട്ടടുത്ത പള്ളിയിലൊന്ന് പോയി മുസ്ലിയാരോടോ അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമിനോടോ ചോദിക്കാറുണ്ടോ, ഈ കുട്ടി ഇവിടെയൊക്കെ വരാറുണ്ടോ? പള്ളിയിലൊക്കെ കാണും. കാരണം ഗൗരവമുള്ളതാണ് വിഷയം. വെറുതെ പറഞ്ഞതല്ല ഷെയ്ഖ് ബിൻ ബാസ്. അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തെളിവ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 11-ാമത്തെ വചനം, ഫഇൻ താബൂ വഅഖാമുസ്സലാ വആതുസ്സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ. അവർ തൗബ ചെയ്താൽ, വഅഖാമുസ്സലാ നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ, വആതുസ്സകാ സകാത്ത് കൃത്യമായി നൽകിയാൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ അത് ചെയ്താൽ അപ്പോൾ മുതൽ അവർ നിങ്ങളുടെ ദീനിലെ സഹോദരങ്ങളാണ്. അപ്പോൾ മുതൽ ദീനിലെ സഹോദരങ്ങളാണ്. എന്താ തെളിവ്? മുശ്രിക്കീങ്ങൾക്കിടയിൽ നിന്ന് മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ വേർതിരിക്കാൻ, മുസ്ലിമീങ്ങളുടെ സാഹോദര്യ ബന്ധം പൂർണ്ണമാകാൻ, മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ വേർതിരിവ് പൂർത്തിയാക്കാൻ 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു ഇവിടെ അല്ലാഹു തആല വിശദീകരിച്ചത്. 3 കാര്യങ്ങൾ. ഒന്നെന്താ? അത്തൗബതു മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യണം. ഫഇൻ താബൂ, അപ്പുറത്ത് പറഞ്ഞ വിഷയം മുശ്രിക്കുകളെ കുറിച്ചാണ്. അപ്പൊ അതിന് തൗബ ചെയ്യണം. വഇഖാമത്തുസ്സലാ, രണ്ടാമത്തേത് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം. വഈതാഉസ്സകാ, മൂന്നാമത്തേത് സകാത്ത് കൃത്യമായി നൽകണം. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഫഇദാ തഖല്ലഫ അഹദു ഹാദിഹി الثلاث ലം യകൂനൂ ഉഖ്വതൻ ലനാ ഫിദ്ദീൻ. ഈ 3-ൽ നിന്ന് ഏതിൽ നിന്നെങ്കിലും അവർ പിന്തി നിന്നാൽ അവർ ദീനിൽ നമ്മുടെ സഹോദരങ്ങളല്ല. അവർ ദീനിൽ നമ്മുടെ സഹോദരങ്ങളല്ല. എന്ത് തരം! നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരുപാട് തെറ്റുകൾ മനുഷ്യന്മാര് ഭീകരമാണെന്ന് കരുതാറുണ്ട്, അല്ലേ? വലിയ തെറ്റാണ് നമുക്ക് തോന്നുന്ന ഒരുപാടുണ്ട്. ഒരു മുസ്ലിം കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? മോശല്ലേ? വലിയ തെറ്റല്ലേ? പക്ഷേ കേൾക്കണോ നിങ്ങൾക്ക്? കൊലയെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞതെന്താ? സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ വചനം, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ. രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നു. എന്നാൽ കൊന്നവനെ കുറിച്ച് പറയുന്നത് എന്താ അറിയോ? മിൻ അഖീഹി, അവന്റെ സഹോദരൻ എന്നാ. സഹോദരൻ, കൊലയാളിയായ സഹോദരൻ, കൊല്ലപ്പെട്ട സഹോദരന്റെ ബന്ധുക്കൾ കൊലയാളിയായ സഹോദരന് വീഴ്ച ചെയ്തു കൊടുത്താൽ, മാപ്പ് കൊടുത്താൽ, രണ്ടാളി എന്താ പറഞ്ഞ്? അഖ് എന്ന്, സഹോദരൻ. നിസ്കരിക്കാഞ്ഞാലോ? കൊന്നാൽ എന്താണ്? സഹോദരനാണ്. നമ്മളെ വീക്ഷണം എന്താ? നമ്മൾ വിചാരിച്ച എന്താ? ഓൻ എൻ്റെ വാപ്പനെ കൊന്നോനാ, ഓൻ പോട്ടെ, ഓൻ മോശക്കാരനാ, ഓൻ നിസ്കരിക്കാത്തവനാന്ന് പറഞ്ഞാലോ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. എന്നാലും നല്ല ടൈയും പാൻറ്റും ഒക്കെ ഉണ്ടെങ്കിലോ ആൾ തിരക്കിട്ടില്ല, ഉഷാറാണ്. നമുക്കെന്തെങ്കിലും തന്നാലോ ഗംഭീരമായി, വൃത്തിയായി. എന്നാ കേട്ടോ, ഇസ്ലാം അതാണ്. മുസ്ലിമിനെ, മുഅ്മിനെ കൊന്നവൻ പോലും എന്തല്ല, ഉഖുവ, സാഹോദര്യം എന്നതിൽ നിന്നില്ല, പുറത്തു പോണില്ല. ഇനി സൂറത്തുൽ ഹുജറാത്ത് നോക്കൂ. വഇൻ തായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ. മുഅ്മിനീങ്ങളിൽപ്പെട്ട 2 വിഭാഗം നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ അവർക്കിടയിൽ നിങ്ങൾ യോജിപ്പുണ്ടാക്കണം. എന്താ? മുഅ്മിനീങ്ങളിൽപ്പെട്ട 2 വിഭാഗം, മുഅ്മിനീങ്ങളിൽപ്പെട്ട 2 വിഭാഗം അതിശക്തമായി യുദ്ധം ചെയ്യുക. എന്നാലും അവരെന്താ? മുഅ്മിനീങ്ങളാ. ഒരു വിഭാഗം മുഅ്മിനും ഒരു വിഭാഗം കാഫറും അല്ല, 2 മുഅ്മിനാ. പക്ഷെ നിസ്കാരം ഒഴിവാക്കിയാലോ കാഫറാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അവിടെ പറഞ്ഞത് ഫഇൻ താബു വഅഖാമുസ്സലാ വആതുസ്സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ.
അത് ഗൗരവമുള്ള വാക്കായി നമ്മൾ മനസ്സിലാക്കണം. നോക്കി നിങ്ങൾ, ഇനി അതിന്നിങ്ങനെ ആ പറഞ്ഞ ഷിർക്ക് തൗഹീദ് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഒരാൾ ഷഹാദത്ത് ഇല്ലാതെ എന്താവുള്ളൂ? മുസ്ലിം ആവുള്ളൂ. ഷഹാദത്ത് ചെല്ലി എന്ന് വിചാരിച്ച് മുസ്ലിം ആവില്ല. നിസ്കരിക്കാൻ ഞാൻ എന്തല്ല? മുസ്ലിം അല്ല. സക്കാത്ത് കൊടുക്കാൻ ഞാൻ എന്തല്ല? മുസ്ലിം അല്ല. ഇനി സക്കാത്തിനെ അതിൽ നിന്ന് മെല്ലെ ഒഴിവാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതിലെ ഏറ്റവും വലിയ അത്ഭുതം. സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് പിന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ ഇല്ലാ ഇദാ കാന യൗമൽ ഖിയാമ സുഫിഹത് ലഹു സഫായിഹ മിൻ നാർ. ദീർഘമായ ഹദീസാ. സക്കാത്ത് കൊടുക്കാത്തവൻ, സ്വർണവും വെള്ളിയും ഒരുമിച്ച് കൂട്ടി സക്കാത്ത് കൊടുക്കാത്തവൻ ഖിയാമത്ത് നാളിൽ അവൻ്റെ സ്വത്തെല്ലാം കൂടി കൊണ്ടുവന്ന് ലോഹത്തകിടുകളാക്കി അവ കൊണ്ട് നരകത്തിൽ നിന്ന് അവൻ്റെ മേൽ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കും. അവൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കും. അതിശക്തമായ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കും. ഹത്താ യുഖ്ദാ ബൈനൽ ഇബാദ് സുമ്മ യറാ സബീലഹു ഇമ്മാ ഇലാ ജന്നത്തിൻ വ ഇമ്മാ ഇലാ നാർ. അവൻ്റെ ആ ശിക്ഷയുടെ പരിധി കഴിഞ്ഞാൽ ഒന്നുകിൽ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താക്കും? മാറ്റും. നിസ്കരിക്കാത്തവൻ്റെ കഥ എന്താ അറിയോ? നിസ്കരിക്കാത്തവൻ അങ്ങനൊരു സംഗതി റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കാത്ത് കൊടുക്കാത്തവനൊരു ചാൻസ്, ചെറിയൊരു ചാൻസ് നൽകിയിട്ടുണ്ട്. അവൻ്റെ ശിക്ഷ ഈ കോലത്തിലൊക്കെ കഴിഞ്ഞിട്ട് അവനെന്താക്കും? എന്നാൽ നമസ്കരിക്കാത്തവനെന്തില്ല? ഇല്ല എന്ന് മാത്രമല്ല, കൃത്യമാണ് റസൂലിന്റെ വാചകം, ബൈനർ റജുലി വബൈനശ് ശിർകി വൽ കുഫ്രി തർക്കുസ് സ്വലാഹ്. എല്ലാവരും കാണാൻ പഠിച്ചോളൂ, ആരോടും പറയാം. റസൂലുള്ളാഹിന്റെ കൃത്യമായ വാചകമാണ്, ബൈനർ റജുലി വബൈനശ് ശിർകി വൽ കുഫ്രി. ഒരു മനുഷ്യന്റെയും ഷിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള അവന്റെയും ഉള്ളതിന്റെയും വ്യത്യാസം തർക്കുസ് സ്വലാഹ്, നമസ്കാരം ഉപേക്ഷിക്കലാണ്. ബൈനർ റജുലി വബൈനശ് ശിർകി വൽ കുഫ്രി, നമസ്കാരം ഉപേക്ഷിക്കലാണ്. വളരെ ഗൗരവമുള്ളതാണ്. ഇവിടെ ഒരു നിലക്കും കഴിച്ചിലാൻ പറ്റില്ല. ആ അറബി ഭാഷ അറിയുന്നവർക്കറിയാം. ഇവിടുത്തെ ഈ അറബിയിൽ എഴുതുന്നത് എങ്ങനെ അറിയോ? ബൈനർ റജുലി വൽ കുഫ്രി. അൽ കുഫർ എന്ന് പറഞ്ഞാൽ മഅരിഫയായി എഴുതി പ്രത്യേകമായ കുഫർ, വെറും കുഫറല്ല. അവിടെ അൽ എന്നില്ലാതെ നെക്കിറ, അറബി ഭാഷ അറിയുന്നവർക്കറിയാം, നെക്കിറയായാണ് പറഞ്ഞിരുന്നത് എങ്കിൽ വെറും കുഫർ എന്നാണ്. അൽ എന്നില്ലാതെയാണ് പറഞ്ഞത് എങ്കിൽ നമുക്ക് സമാധാനിക്കാൻ നിർവാഹം ഉണ്ടായിരുന്നു. കുഫറുണ്ട് രണ്ട് തരം, ചെറിയ കുഫറുണ്ട്, വലിയ കുഫറുണ്ട്. അൽ കുഫർ ഏതാണെന്നറിയോ? വലിയ കുഫറാ. ഞങ്ങൾക്ക് വേറെ ഉദാഹരണം പറഞ്ഞുതരാം. അൽ കുഫർ എന്ന് പറഞ്ഞാൽ വലിയ കുഫറ, രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ലാത്തതാണ് എന്നർത്ഥം. കാരണം മാരിഫയായാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നർത്ഥം. എന്നാൽ പല സ്ഥലത്തും കുഫർ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ ചേർക്കാതെ. കേട്ടോ, ഇസ്നാനി ഫിന്നാസ് ഹും ബിഹിം കുഫർ, ഇസ്നതാനി ഫിന്നാസ് ഹും ബിഹി കുഫർ. രണ്ട് വിഭാഗം ആളുകൾ, അവരിൽ കുഫറുണ്ട്. അവിടെ അൽ കുഫർ എന്നല്ല, കുഫർ എന്നാ. ഏതാ രണ്ട് വിഭാഗം? അത്തഅനു ഫിൻ നസബി, നസബിൽ കുടുംബ പാരമ്പര്യത്തെ ആക്ഷേപിക്കുന്നവൻ. രണ്ട്, അൻയാഹതു അലൽ മയ്യിത്തി, മയ്യിത്തിന്റെ അടുത്ത് മാറിനെ അടിച്ച് ഈ മാറൊക്കെ കീറി പൊട്ടിക്കരയുന്നവൻ. ഇതൊക്കെ എന്താണ്? കുഫറാണ്. പക്ഷെ അവിടെ എന്ത് പറഞ്ഞിട്ടില്ല? അൽ കുഫർ എന്നല്ല പറഞ്ഞു. എന്താണ്? വെറും കുഫർ എന്ന. തൗബ ചെയ്ത് മടങ്ങാൻ, പിന്നെ അവന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള കുഫറാണ്. മറ്റുണ്ടല്ലോ, നിസ്കാരത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതിശക്തമായ. ഇനി നിങ്ങൾ സഹാബികളുടെ വാക്ക് കേട്ടോളൂ ഈ വിഷയത്തിൽ. അബ്ദുല്ലാഹി ബിൻ ഷഖീഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഗൈറസ് സലാഹ്. സഹാബികളെ കുറിച്ച് പറയുന്നു, സഹാബികൾ ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ, പ്രവർത്തനങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ചാൽ കുഫ്റാകുന്നതായി സഹാബികൾ കണ്ടിരുന്നില്ല ഒന്നിനെയും. ഗൈറസ് സലാഹ്, എന്തിനൊഴികെ? നിസ്കാരത്തൊഴികെ. നമസ്കാരം ഉപേക്ഷിച്ചാൽ എന്തായിരുന്നു? കുഫറായിട്ടായിരുന്നു. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തെ പഠിക്കാനാണ് നാം ഒരുങ്ങുന്നത്. പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇത് ജീവിതത്തിൽ നിന്ന് പോകാൻ പാടില്ല.
ഒരിക്കലും പോകാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. നമസ്കാരത്തെ കൃത്യമായി പഠിക്കാൻ ഉള്ള കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടിയാണ്. എങ്ങനെയെങ്കിലും നിസ്കരിച്ചിട്ട് കാര്യമില്ല. സുൽ നിസ്കരിച്ച മാതിരി എന്താക്കണം? നിസ്കരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നമസ്കാരത്തെ പഠിക്കാം എന്ന് തീരുമാനിച്ചത്. ഒരു മുഖവുരയാണ്. ആ മുഖമാണ് സഹോദരന്മാരെ, വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഇന്നു മുതൽ നാം നമസ്കാരത്തെ സമീപിക്കുക, കാണുക. നമസ്കാരത്തിൻ്റെ ആത്മീയമായ വീര്യത്തെക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലാത്ത ആത്മീയത, വീര്യമുള്ള കർമ്മമാണ്. ഒരു സാധാരണ കർമ്മമല്ല നമസ്കാരം. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അമൽ ചെയ്യാൻ, ആ നമസ്കാരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമസ്കാരത്തെ നമ്മൾ അടിമുടി അതിൻ്റെ എ മുതൽ സെഡ് വരെ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ചെയ്തത് അങ്ങനെ ചെയ്യാനുള്ള ശുഷ്കാന്തി നമുക്കുണ്ടാകണം. അത് നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തെ ഉപേക്ഷിക്കുക എന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ സ്നേഹിതന്മാരുണ്ട്. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ ഗൗരവം. കാരണം ആൾക്കാർക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെട്ടാൽ ഉറപ്പാണെന്ത്? ജനങ്ങൾ നന്നാവും. ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, തീയാന്ന് ബോധ്യമായ തീയിലേക്ക് മനുഷ്യന്മാർ പോകില്ലല്ലോ. ചൂടാണെന്ന് ഉറപ്പുണ്ടെങ്കിലേ പോയി പിടിക്കൂല. വിഷാണെന്ന് ഉറപ്പുള്ളത് കുടിക്കൂലല്ലോ. ഇല്ല. എന്താ കാര്യം? ഒക്കെ ബോധ്യപ്പെട്ടു. ഇതെന്തായിട്ടില്ല? ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മളിൽ ആരുടെ വാക്കാണ് അവരെ ബോധ്യപ്പെടുത്തുക നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോൾ പറയുന്നതാണ് എന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിരന്തരം പറയാം. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, അങ്ങനെയല്ല. പറഞ്ഞിട്ട് കാര്യമല്ല, അതുമില്ല, ഒന്നും നമുക്കില്ല. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഒന്നെന്താവും? അവന് ബോധ്യപ്പെടും. ബോധ്യപ്പെട്ടാലോ അവൻ രക്ഷപ്പെടും. വിഷമാണെന്ന് ബോധ്യപ്പെട്ട് വിഷം കുടിക്കുന്നവൻ, ആത്മഹത്യ ചെയ്യുന്നവൻ മാത്രമാണല്ലോ പോട്ടെ, അവന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്തവനെ നമുക്ക് രക്ഷിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതിൻ്റെ ഗൗരവം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ നമസ്കാരക്കാരിലും വിശ്വാസികളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അതിന് മാതൃകകളാകാനും അത് ദഅവത്ത് ചെയ്യുന്നവരാകാനും അർഹമുർ റഹീമിനായ നാഥ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. നാഥ, ഞങ്ങൾക്ക് കൂടുതൽ അറിവിനെയും ഈമാനിനെയും നീ വർദ്ധിപ്പിച്ചു തരികയും ആ അറിവ് കൊണ്ടും ഈമാൻ കൊണ്ടും പരലോകത്തെ രക്ഷപ്പെടുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഈ മിസ്കീന്മാരായ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. നാഥ, യഥാർത്ഥ രൂപത്തിലുള്ള നമസ്കാരം, യഥാർത്ഥ രീതിയിലുള്ള നമസ്കാരം നിർവഹിക്കുന്ന യഥാർത്ഥ നമസ്കാരത്തിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്കാരെയും ഞങ്ങളെ ബന്ധുക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഒരിക്കലും നമസ്കാരത്തിൽ അശ്രദ്ധ വരാതെ കൃത്യമായി നമസ്കരിക്കുവാനുള്ള സൗഭാഗ്യവും അതിനുള്ള സന്നദ്ധതയും അതിനുള്ള മനസ്സും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.